അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ചത് കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ, അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ കാര്യത്തിനായി ഇന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഒപ്പിടുന്ന കടലാസ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നീ തന്നെയായിരിക്കണേ കർത്താവ്. മൂന്നാമതൊരാളായിട്ട് അവിടെ നിൽക്കേണ്ടത് കർത്താവ്. വാഹനം ഹയർ ചെയ്ത് ഉപയോഗിക്കുന്നവർ, ട്രെയിനിൽ പോകുന്നവർ, മറ്റു വാഹനങ്ങളിൽ പോകുന്നവർ, അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിന് വേണ്ടി യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്രയ്ക്ക് കൂട്ടുപോകുന്നവർ, അവിടെ യാത്രയെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റായിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയം ഉണ്ടാകാനും പരിശുദ്ധ ദേവമാത നിങ്ങൾ മക്കളെ സർവ്വ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, let fire fingers hug with the precious blood. Lord, in peace, Spirit of power and grace. ബൈബിളിലെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ.
നിർഭയത്വം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. ഫിയർ നോട്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. അതായത് തമ്മിൽ യോജിച്ചാൽ പോണത്. വിൽ ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ, വിൽ ഓഫ് ഗോഡാണത്. വായിച്ച ഭാഗം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പറഞ്ഞ മക്കളും ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ ഒരു ദൈവ പൈതലാകുമ്പോ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം. ഇപ്പം കടമാണ്, രോഗമാണ്, ഭർത്താവ് എന്നോട് സംശയമാണ്, എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോഴും ഓർക്കണം ദൈവവേദനെ, നീ പതറരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. എന്താണ്? നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാകണം. ആത്മാവ് അവനെ എങ്ങോട്ട് നയിച്ചു? ആത്മാവ് പണ്ടിവനെ നയിച്ചു. എങ്ങോട്ടാണ് നയിച്ചത്? ജോർദാൻ നദിയിലേക്ക്, നിശ്ചലമായ ജലാശയത്തിലേക്ക് നയിച്ച അതേ ആത്മാവ് തന്നെ ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ കാലാവസ്ഥ മാറി. എന്താണ്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇതേ ആത്മാവ് തന്നെ. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ധൈര്യം വേണം. കാര്യം നമുക്കിത് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, ഈ ദിവസങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് ഇതെല്ലാം കണക്റ്റഡാണ്. ഇതെല്ലാം വെച്ചാൽ നമ്മൾക്ക് ഇനി ഈശോ മരുഭൂമിയിൽ ചെല്ലുമ്പോഴെന്താ സംഭവിക്കണത്? മരുഭൂമി ചെല്ലുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെല്ലാം സംഭവിക്കുന്നുണ്ട് അവിടെ. എന്താ കാരണം? മരുഭൂമിയിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പരീക്ഷണങ്ങളാണ് വരണത്. പിന്നെ മരുഭൂമി എന്ന് പറഞ്ഞാൽ പിന്നീട് വചനം ഞാൻ ഓർത്തില്ല ഈ ബൈബിൾ ഇത്രയും ഡെപ്താണെന്നറിയത്തില്ല. അത് ഓരോ ദിവസം ചെല്ലും തോറും ഈ നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ, അതായത് വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ കണ്ടില്ലേ, 3:22 ഓരോ ദിവസവും കർത്താവ് പുതിയ സ്നേഹമെന്ന് പറയുന്നത്. ഇതുപോലെയാണ് പുതിയ സ്നേഹവും പുതിയ സംഭാഷണവും. ഒരേ വചനം തന്നെ ആയിരിക്കും, പക്ഷേ ഓരോ ദിവസവും കർത്താവ് വ്യത്യസ്തങ്ങളായ വചനത്തിന് പ്രത്യേകമായ കമ്മ്യൂണിക്കേഷൻ മോഡ് തരും. ഒരേ വചനത്തിൻ്റെ ഫ്രെയിം എടുത്തിട്ട് അതിലൂടെ മൾട്ടി കമ്മ്യൂണിക്കേഷൻസ് നടത്തും. സംവേദനം ചെയ്യുന്ന ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും. സംഭാഷണവും വാക്കുകളെല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. അങ്ങനെ വചനം കമ്മ്യൂണിക്കബിൾ ആകണത്. സംഭാഷണമൊക്കെ എല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. പലപ്പോഴും അതാണ് ഈ ഓരോ പ്രഭാതത്തിലും. വിലാപങ്ങൾ 3:22-23. വിലാപങ്ങൾ 3:22-23. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലെ അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. എൻ്റെ പേര് ഡൈന, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കർമ്മലരാം ഇടവകയിൽ നിന്നാണ്. ഇതിനു മുമ്പേ കഴിഞ്ഞ വർഷം എൻ്റെ അനിയത്തിയുടെ രോഗസാക്ഷ്യമായിട്ട് ഞാൻ ഈ അൾത്താരയിൽ മറ്റൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സാക്ഷ്യം കൂടി പറയാനും പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഇവിടെ നിൽക്കുവാനും തന്ന അനുഗ്രഹത്തിനായ ദൈവപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നന്ദി പറയുന്നു. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയത് ഒക്കെ ഒരു 2020 കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ യൂട്യൂബ് വഴിയൊക്കെയാണ് അറിഞ്ഞു തുടങ്ങിയത്. അന്നത്തെ കാലത്തിലൊക്കെ പക്ഷെ ഞാൻ കേരളത്തിലുള്ള മറ്റൊരു ധ്യാന കേന്ദ്രത്തെ പോലെയാണ് കൃപാസനത്തിനെ ഞാൻ അറിഞ്ഞിരുന്നത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോകളിലൂടെയൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പം അച്ഛൻ്റെ ഇടയ്ക്ക് ടോക്കുകൾ കേൾക്കും, അങ്ങനെയൊക്കെ കുറച്ച് പോയി. ഞങ്ങൾ ഉടമ്പടി എടുക്കുവാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചാൽ 2020 മുന്നേ ഒരു 5-6 വർഷം എൻ്റെ ഹസ്ബൻഡ് റിയാദിലാണ് വർക്ക് ചെയ്തിരുന്നത്. പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുമ്പോഴും ഞങ്ങളവിടെ
അങ്ങനത്തെ വിശുദ്ധ കുർബാനയോ സൺഡേ സ്കൂളോ ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു കാരണത്താൽ ഞാൻ നാട്ടിൽ തന്നെ പിള്ളേരുമായിട്ട് നിന്നു. ഹസ്ബൻഡ് അവിടെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ കോവിഡ് കാലത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിലും ഹസ്ബൻഡ് റിയാദിൽ നിന്നപ്പോൾ ഞങ്ങൾക്കൊരു എന്താണ് ഉണ്ടാകുക, അല്ലെങ്കിൽ പെട്ടെന്ന് പോകേണ്ടി വന്നു എന്നുള്ള ഒരു ശങ്കകളൊക്കെ ഉള്ളത് കൊണ്ടും ഞങ്ങളുടെ നിർബന്ധപ്രകാരം അതിന് മുന്നേ തന്നെ കുറച്ച് ട്രാൻസ്ഫറിന് സെയിം കമ്പനിയിൽ നിന്ന് തന്നെ ട്രാൻസ്ഫറിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ട്രാൻസ്ഫർ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2020 കോവിഡിൻ്റെ സമയത്ത് പെട്ടെന്ന് ഉള്ള മാറ്റത്തിലൊക്കെ ഫ്രീസിങ് ഹയറായി, ട്രാൻസ്ഫർ വർക്കൗട്ടായില്ല. ജോർജ് നമ്മുടെ ഒരു നിർബന്ധത്താൽ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഒരു കമ്പനിയിൽ, ബാംഗ്ലൂർ കമ്പനിയിൽ ജോലി കിട്ടി നാട്ടിലേക്ക് വരുവാനിടയുണ്ടായി. വന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ മനസ്സിലായി ഇവിടുത്തെ കമ്പനിയിൽ നല്ല വർക്ക് പ്രഷറും അതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന നല്ല പൊസിഷനും നല്ല സാലറിയും നല്ല വർക്ക് ലൈഫ് ബാലൻസുമുള്ള ജോലിയായിരുന്നു. ഇവിടെ വന്നപ്പം അതൊന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആ ഒരു പ്രഷർ ജീവിതത്തിലും ഒക്കെ ഉണ്ടായി. ജോർജിന് നമ്മുടെ വീട്ടിൽ നിന്ന് പോയി വരാൻ തന്നെ ചില ദിവസങ്ങളിൽ 2-2.5 മണിക്കൂറും അപ്പ് ആൻഡ് ഡൗൺ ഒരു 5 hours ജേണിയൊക്കെ ആകുമ്പം ഹെൽത്തിനെയും ട്രാവലിനെയും ഫാമിലി ലൈഫിനെയൊക്കെ പതുക്കെ ആ ദേഷ്യങ്ങളും ഒക്കെ ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് ഒരു വിഷമമായിട്ട് ഞങ്ങൾക്കും കാണപ്പെടാൻ തുടങ്ങി. അതിനിടയിൽ എനിക്ക് രണ്ടാമതുള്ളതൊരു മോനാണ്. അവനും ഒരു 3-3.5 വയസ്സായപ്പം ഭയങ്കരമായ വാശിയും ഒരുതരം വഴക്കമുള്ളൊരു സ്വഭാവമായി ഉപദ്രവിക്കാൻ തുടങ്ങി. എനിക്ക് വർക്കിംഗ് ഫ്രം ഹോം ഓപ്ഷൻ ഉണ്ട്. പലപ്പോഴും മീറ്റിംഗ് സമയത്തൊക്കെ ഈ വഴക്കമൊക്കെ ആകുമ്പോഴേക്കും അത് ഞങ്ങളുടെ ഒരു റുട്ടീൻ ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലത്തിൽ ഞാൻ പക്ഷേ ആ ഒരു സമയങ്ങളിലൊന്നും അതുവരെ ആരും ഉടമ്പടി നേരിട്ടെടുത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരാളത്ത് ഡീറ്റെയിൽസ് ചോദിക്കാൻ ഞാൻ അറ്റൻഡ് ടോക്കിലൂടെ മനസ്സിലാക്കാതെ എന്താണ് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരെയും നേരിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബന്ധുക്കളിലും തന്നെ ആരും നേരിട്ട് പോയിട്ട് ഉടമ്പടി എടുത്തിട്ടതായി കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെബ്സൈറ്റിൽ ഒരു ദിവസം കയറി നോക്കി. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്ത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നതാണെന്നും ആ പ്രാർത്ഥനയിലൂടെ ഡൗൺലോഡ് ചെയ്തതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ 2022 ഞങ്ങൾ നാട്ടിലൊരു ഫംഗ്ഷനൊക്കെ വന്നപ്പം ജോർജിൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയിലൂടെയാണ് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ധ്യാനം കൂടേണ്ടതെന്നും, കാരണം ആ ചൊവ്വാഴ്ചകളുടെ ധ്യാനം കൃത്യസമയത്തൊക്കെ എനിക്ക് ജോലിയുടെ ഇടയിൽ കൂടാൻ പറ്റുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചി അതിൻ്റെ ആ സ്പിരിറ്റ് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് അതെടുക്കാനുള്ള ധൈര്യമായത്. ഞാൻ ഈ 2022 മെയ് 22 ആദ്യമായി അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആദ്യമൊക്കെ പ്രാർത്ഥന നല്ല ഉത്സാഹത്തോടു കൂടെ തുടങ്ങി. 1 ദിവസം 2 ദിവസം 15 ദിവസം 30 ദിവസമായിട്ടും എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു മാറ്റം ഉണ്ടാകുന്നതോ എൻ്റെ പ്രാർത്ഥനയിൽ ഒരു ശക്തിപ്പെടുന്നതോ എനിക്കൊരു ഫീൽ അങ്ങോട്ട് വരാതെ ആയപ്പം എനിക്കൊരു ചെറിയ നിരാശയൊക്കെ വന്നു തുടങ്ങി. പിന്നെ അതൊരു 90 ദിവസം കഴിഞ്ഞ് ഞാൻ ആ ഉടമ്പടിനെ കുറിച്ച് എനിക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നിയില്ല. എൻ്റെ ആ ഉടമ്പടി കാലം കഴിഞ്ഞു. അതൊരു ജീവിത രീതിയായിട്ട് കൊണ്ടുപോകാനുള്ള അറിവും എനിക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കൂടെ അതേപോലെ തന്നെ ആ സമയങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെ ഞങ്ങൾക്കൊരു ചേച്ചിയുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി അവിടുത്തെ പ്രത്യേക ഒരു സാഹചര്യത്തിൻ്റെ കാരണത്താലും ചേച്ചിയും പെട്ടെന്ന് ഇനി പോകുകയാണ്, ഞാനിനി ജോലി നിർത്തുന്നു എന്നുള്ളൊരു മട്ടും പറഞ്ഞു. ഞങ്ങൾക്ക് മോൻ്റെ പ്രഷറും ജോർജിൻ്റെ യാത്രയും ജോലി പ്രഷറും എല്ലാം കൂടെ എനിക്ക് പെട്ടെന്ന് താങ്ങുവാനുള്ള ഒരു സിറ്റുവേഷൻസ് ആയി തുടങ്ങി വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇനി എന്ത് തീരുമാനിക്കുമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിങ്ങനെ ഇരിക്കുന്നു. ചേച്ചിക്ക് നാട്ടിലേക്ക് പോകാൻ 2022 ഓഗസ്റ്റ് 30 ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങളുടെ ആ സമയങ്ങളിൽ അന്ന് ഓഗസ്റ്റ് മാസം 30 ഞങ്ങളെല്ലാവരും സന്ധ്യാപ്രാർത്ഥന ഒരു വലിയ ദുഃഖത്തോടെ, കാരണം ഞങ്ങളുടെ കൂടെ 10-14 വർഷത്തോളം കൂടെ ഉണ്ട ചേച്ചിയാണ്. അപ്പോൾ എല്ലാവരും സങ്കടത്തോടെ പോയി കിടന്നുറങ്ങി. അന്ന് കിടക്കാൻ പോകുമ്പോഴേ അതിഭയങ്കരമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അന്ന് പോയി കിടന്നുറങ്ങി. വെളുപ്പിന് ഒരു 2:30 ആയപ്പം പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ മാത്രം ഞെട്ടി എണിച്ചു. എനിക്കെന്തോ സൗണ്ട് കേട്ടു. എന്താ കാര്യം എന്ന് മനസ്സിലായി. ഫോണെടുത്ത് നോക്കിയപ്പം എന്തെങ്കിലും മെസ്സേജുകളുണ്ടോ നോക്കി. എല്ലാവരും വെള്ളമുണ്ട് എന്നല്ലാതെ എന്താ കാര്യം എന്ന് ആരും പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ജനലിലും ബാൽക്കണിയിലൊക്കെ പോയി നോക്കി. കാര്യം മനസ്സിലായൊന്നുമില്ല. ഞാനൊരു ധൈര്യത്തോടു കൂടി നല്ല മഴയത്തും പോയിട്ട് വാതിൽ ആരെയും വിളിക്കാതെ തന്നെ പോയി തുറന്നു നോക്കിയപ്പം നമ്മുടെ മുകളിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന 2-3 ഫാമിലീസ് നനഞ്ഞ് കയറി വരുന്നു. അവർ പറഞ്ഞു നമ്മുടെ കോമ്പൗണ്ട് വാൾ ബ്രേക്കായി, അപ്പുറത്തൊരു ഡ്രെയിൻ വാട്ടർ പോകുന്ന വലിയൊരു നാലയുണ്ട്, അതിലുള്ള മുഴുവൻ അഴുക്ക് വെള്ളവും കയറി ഇങ്ങോട്ട് വന്നു. അന്നേരമാണ് ഞാൻ താഴത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ പാർക്കിംഗ് സ്പേസ് എല്ലാം പകുതി ആളുടെ പൊക്കത്തിൽ മുഴുവൻ വെള്ളമായി കഴിഞ്ഞു. നമുക്ക് 2 കാറുകളുണ്ട്.
അതിലൊരു കാറ് 1 വർഷം പോലും തികഞ്ഞില്ലായിരുന്നു. അതിൻ്റെ ഈ ഉണ്ടാകുന്ന സംഭവത്തിൻ്റെ 7 ദിവസം മുന്നേ അതിൻ്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്ത്. അപ്പം നമ്മുടെ കാർ വാല്യൂം കുറച്ച് കുറഞ്ഞു. പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടായി. ഞാൻ പോയിട്ട് ഉള്ളിൽ എല്ലാവരും വിളിച്ചുണർത്തി, എല്ലാവരും വന്ന് നോക്കി. നമുക്ക് പക്ഷേ പെട്ടെന്ന് ഒന്നും ചെയ്യാനില്ല, കാരണം വെള്ളം പകുതിക്ക് മുന്നേ നിറഞ്ഞു, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ നോർത്ത് സൈഡിലുള്ള വാളും അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വെള്ള പ്രഷർ കാരണം ആ വാളും പൊട്ടി അവിടെ നിന്നുള്ള വാഹനങ്ങൾ വരെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. അങ്ങനെ നോക്കുമ്പം ആകെ എല്ലായിടത്തും വെള്ളമായി. എല്ലാവരും പിന്നെ ഫയർഫോഴ്സ്, അവിടുത്തെ ലോക്കൽ അതോറിറ്റീസിനെയൊക്കെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു മെക്കാനിസം ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളൊരു 3:30 ആയപ്പോൾ പിന്നെ ഇനി ഒന്നും പറയാനില്ല, എല്ലാവരും വിഷമത്തോടെ ബെഡിൽ കിടന്നു. ഞാൻ എൻ്റെ കൈക്കൊന്ത എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ, ഒരു നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലാനെടുക്കും, പക്ഷേ 2 വരി ചൊല്ലുമ്പോഴേക്കും പിന്നെ മറന്നു പോകും, വേറെന്തോ മനസ്സിലെ ചിന്തകൾ വരും. പക്ഷെ അന്നേരമൊക്കെ എൻ്റെ മനസ്സിലൊരു സങ്കീർത്തനം വന്നു, ദൈവം ഉണരട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോട്ടെ. അത് തന്നെ ഞാൻ ജപമണികൾ ചൊല്ലിക്കൊണ്ടിരുന്നു. 5:30 ആയപ്പോഴേക്ക് ഫയർഫോഴ്സ് വന്നു, കുറച്ച് ലോക്കൽ അതോറിറ്റീസ് വന്നു, വെള്ളം പമ്പ് ചെയ്യാനുള്ള മെക്കാനിസം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത്രയും വെള്ളമുള്ളത് ഒരു 2-2.5 ദിവസം കൊണ്ടാണ് വെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് തീർത്ത് കളഞ്ഞത്. അതിനുശേഷം 3-ാം ദിവസം നമ്മുടെ ചീഫ് മിനിസ്റ്ററും അവിടുത്തെ MP, എല്ലാ ചീഫ് ഒഫീഷ്യൽസും ഒക്കെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വിസിറ്റ് ചെയ്തു, കാര്യകാരണങ്ങളൊക്കെ അന്വേഷിച്ചു, എന്താണ് ഗവൺമെൻറ് എടുക്കേണ്ട മെഷേഴ്സ് എന്നൊക്കെ അന്വേഷിച്ചു. പക്ഷേ നമ്മുടെ അപ്പോഴത്തെ ഉള്ള അവസ്ഥയിൽ പിന്നെ ഗവൺമെൻറ്റിന് കുറച്ച് വർക്കേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടി, ക്ലീനപ്പ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. ഒരു 10-250 ഫാമിലീസുള്ള അപ്പാർട്ട്മെൻറ്റാണ്. ഒരു 200ഓളം കാറുകൾ നശിച്ചു കാണും. 3-ാം ദിവസമാണ് ഞങ്ങളുടെ കാറ് പുള്ളി ചെയ്ത് ഗാരാജിൽ കൊണ്ടുപോയത്. 3-ാം ദിവസം പുള്ളി ചെയ്ത് കൊണ്ടുപോയി ഷോറൂമിലെത്തിയിട്ട് ജോർജ് അവിടുന്ന് പിന്നെ വിളിച്ച് പറഞ്ഞു, രണ്ട് കാറും ടോട്ടൽ ലോസാണ് ഡിക്ലെയർ ചെയ്തതെന്ന് പറഞ്ഞു. അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ജോർജ് പിന്നെ ഒന്നും മിണ്ടാണ്ടായി. അപ്പോഴും ഞാനും ചേച്ചിയൊക്കെ പിടിച്ചു നിന്നു. ജോർജ് ഭയങ്കര വിഷമത്തിലിരിക്കുന്നു. എനിക്ക് ഒന്നും എന്താ ഇത്ര സാധാരണ കാര്യങ്ങൾ ഞാനാണ് കുറച്ചും കൂടെയൊക്കെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ കരച്ചിലും പിടിച്ചിലും ഇരിക്കുന്നത്, പക്ഷേ ഇതിൽ ജോർജ് കൂടുതൽ വിഷമത്തിലിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ ഈ ജോലി പ്രഷർ കാരണവും ചേച്ചി പോണത് കാരണം ഞങ്ങൾ 2 മാത്രമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുത്തു, ആരെങ്കിലും ഒരാൾ ജോലി റിസൈൻ ചെയ്യാം. ഞാൻ റിസൈൻ ചെയ്യണ്ടെന്ന് ജോർജ് പറഞ്ഞു, കാരണം എനിക്ക് വർക്കിംഗ് ഫ്രം ഹോം ഉണ്ട്, ജോർജിനുള്ള യാത്ര എന്ന് പറഞ്ഞു. അങ്ങനെ ജോർജാണ് ജോലി റിസൈൻ ചെയ്തത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസമാണ് നോട്ടീസ് പീരീഡ്. പെട്ടെന്ന് ഈ കാറിൻ്റെ ചിലവുകൾ, അപ്പാർട്ട്മെൻറ്റിലെ നാശം, ജോലിയും റിസൈൻ ചെയ്യുന്നുള്ള കണ്ടീഷനിൽ ജോർജും ആകെ ഭയങ്കര ഒരു വിഷമത്തിലായി. എന്നാലും സാരമില്ല, ദൈവം തീരുമാനിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിച്ചാണല്ലോ തീരുമാനിച്ചതെന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. കുറേ ഫാമിലീസൊക്കെ ഹോട്ടലിൽ താമസിച്ചു. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ഞങ്ങൾക്കൊരു 3 ദിവസം സർവ് ചെയ്യാനുള്ള ഫുഡുണ്ട്. വെള്ളം ട്രാക്ടറിൽ കൊണ്ടുവരാൻ തുടങ്ങി, കുടിവെള്ളം. ഞങ്ങൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 സാറ്റർഡേ ആയപ്പോഴേക്കും ക്ലീനപ്പ് വർക്കൊക്കെ കുറച്ച് ക്ലീനായി. ഒരു സൺഡേ ഉച്ച കഴിയുമ്പോഴേക്കും ഏകദേശം എല്ലാവർക്കും താമസയോഗ്യനായി അപ്പാർട്ട്മെൻറ്റ്. എല്ലാവരും പതുക്കെ തിരിച്ചു വന്നു, പവർ വന്നു, എല്ലാവരും വന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി. ഒരു 10 മണിയാകുമ്പോഴേക്കും മഴ നല്ല ശക്തമാവാൻ തുടങ്ങി. 10:30 ആകുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സും അങ്ങ് മരവിക്കാൻ തുടങ്ങി. കാരണം ആദ്യത്തെ മുന്നത്തെ ആഴ്ചേനേക്കാളും അതിഭയങ്കരമായ മഴയാണ്. അപ്പം പിന്നെ ഞങ്ങൾ നോക്കുമ്പം ആ ടെമ്പററി കെട്ടിയ വാളിൻ്റെ മുകളിൽ കൂടെ വെള്ളം കവിഞ്ഞൊഴുകാൻ തുടങ്ങി. സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലുള്ള വാൾ കൊളാപ്സായി. എല്ലാം ആദ്യത്തിനേക്കാളും ഇരട്ടി വെള്ളമാണ് ഇരച്ച് കയറിയത്. അപ്പം ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അതോറിറ്റീസിൽ നിന്ന് വന്നു, ഇനി എല്ലാവരും വീട്ടിൽ പോകാൻ നിവർത്തിയുള്ളൂ, കാരണം ഉടനെയുള്ള സപ്പോർട്ടില്ല എന്ന്. അങ്ങനെ പിറ്റേ ദിവസം ബോട്ട് വഴിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിലെത്തിയത്. ബോട്ടിൽ സാധനങ്ങളും പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. മോൾ 9-ലായിരുന്നു. മോളുടെ ഫ്രണ്ടിൻ്റെ ഒരു പാരൻസ് വന്നു. അവർ നല്ല ഫാമിലി ആയിരുന്നു. അവർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ വീട്ടിൽ നിർത്തി. കാരണം എത്ര ദിവസത്തേക്കാണ് ഇത് റിപ്പയർ വർക്കും മെയിൻ്റനൻസും ആർക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു. ജോർജ് അവിടെ തന്നെ ഹോട്ടലിൽ നിന്നു, കാരണം മോൾ അവിടെ ഉള്ളത് കൊണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നു. ഒരു 2-3 ആഴ്ച കൊണ്ട് അപ്പാർട്ട്മെൻറ്റ് പിന്നെ റെനോവേറ്റ് ഒക്കെ ചെയ്തു ഞങ്ങൾ പോയി. പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ എന്താണ് ഞങ്ങൾക്ക് ഇനി പിന്നെ മഴ പെയ്യാൻ തുടങ്ങുന്ന ഓരോ രാത്രികൾ ഞങ്ങൾക്കൊരു ഉറക്കം വരായ്മയും ഒരു ടെൻഷനുമാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പുറമേക്കൊക്കെ ധൈര്യപ്പെടുത്തിയാലും അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയായി. ഞാൻ അന്നേരം മാതാവിനോടൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എന്താണ് ഒരു വഴിയെന്ന് ഞങ്ങൾക്ക്. കാരണം ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഓൾമോസ്റ്റ് സെറ്റിലായി. ഇനി മാറാനുള്ള അവസരമാണോ എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങളിതൊന്നും പ്ലാൻ ചെയ്യാത്തകാരണം ഞങ്ങളുടെ അതിനുള്ള പൈസയോ ഞങ്ങൾ കരുതിയിട്ടില്ല, ഒരു സ്ഥലം മേടിക്കാനോ എന്തോ. അങ്ങനെ കുറച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം എന്നെ. ജോർജ് റിസൈൻ ചെയ്ത ജോലിയിൽ മാനേജർ ചോദിച്ചു, ഒരു 2 മാസം കൂടെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചു. ഞങ്ങളും പല ജോലികളും വേറെ നോക്കി, എല്ലാം ദൂരത്തും വർക്കൗട്ടും അല്ലെങ്കിൽ ജോർജിൻ്റെ പ്രൊഫൈൽ ഓവർ ക്വാളിഫൈഡ് ആയിരുന്നു, ജോലിയൊന്നും ആയില്ല.
അപ്പോൾ മാനേജർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കും വലിയൊരു ആശ്വാസമാണ്. കാരണം മറ്റൊന്നും കണ്ടെത്തിയില്ല, പൈസയുടെ ആവശ്യമുണ്ട്, നഷ്ടങ്ങൾ ഒരുപാടായി, കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ ആയപ്പം മാനേജർ ഒന്നും കൂടെ ചോദിച്ചു, നമുക്ക് ജോലി ഇത് കണ്ടിന്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതൊരു മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണ്. കാരണം ഞങ്ങൾക്ക് വേറൊരു കപ്പൽ അപ്പം കിട്ടിയില്ല. അത് ആ സെയിം ബോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ മാതാവ് ഒരു അവസരം തന്നു. ജോർജ് ജോലി കണ്ടിന്യൂ ചെയ്തു, ചേച്ചി തിരിച്ചു വന്നു, ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയും അപ്പോഴും 2023 ഞങ്ങൾ മാതാവിനോട് ഞാൻ നിയോഗം എത്തിച്ച് പ്രാർത്ഥിച്ചു, ഒരു വഴി കാണിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ 2023 നോക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ പാരിഷ് ബുള്ളറ്റിനിൽ ഒരു സൈറ്റിൻ്റെ ചെറിയൊരു സൈറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ഞങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചു, അവർ വന്നു കാണാൻ പറഞ്ഞു. അന്നേരം ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് പോയി കാണാൻ പറ്റിയില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നേരം ഇച്ചിരി ഒരു മയക്കത്തിൽ കണ്ടു ആ സ്ഥലം. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ വന്ന് വെഞ്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി മാതാവ് ഇത് ഞങ്ങൾക്ക് തരുന്നതാണെന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു. ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ അത് പോയി കണ്ടു. പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതൊന്നും പ്ലാൻ ചെയ്യാത്ത കാരണം അതിനുള്ള തുക കണ്ടെത്താൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മേടിക്കുന്ന ആ ഓണറും നല്ലൊരു മനസ്സുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ളൊരു കാലാവധി തന്നു. ഞങ്ങൾക്ക് താങ്ങാവുന്ന ഒരു തുക മാതാവ് മധ്യസ്ഥ ഞങ്ങൾക്ക് അതിനുള്ളൊരു താങ്ങാവുന്ന ഒരു തുകയിൽ ഞങ്ങൾക്ക് ആ സൈറ്റ് മേടിക്കാൻ പറ്റി. മേടിച്ചതിൻ്റെ പിന്നത്തെ മാസം തന്നെ ഞങ്ങളൊരു വീട് പണിതു. ഈ ജനുവരി 11 2025 ജനുവരി 11 ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പാല് കാച്ചി ഞങ്ങൾ താമസം മാറി. ഒരു സാധാരണ നമ്മളെപ്പോലെ ഒരാൾക്കാർ അങ്ങനെ ഒരു ജോലി കൊണ്ട് നമുക്ക് മേടിക്കാവുന്നതിലും ഏറ്റവും മനോഹരമായ നാട്ടിൽ പോലെ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു വീടാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത്. ഞാൻ ആ വീടിനെ ഇപ്പം എല്ലാ അഡ്രസ്സുകളിലും കൃപാ ഹൗസ് എന്നാണ് എല്ലായിടത്തും എഴുതിക്കൊണ്ടിരിക്കുന്നത്, മാതാവ് തന്ന അനുഗ്രഹമായിട്ടും. അതുപോലെ തന്നെ ഈ 2003 ആയപ്പോൾ ജോർജിൻ്റെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു, ഒരു എക്സ് കൊളീഗ് വഴി. അതുവരെ ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത്. പിന്നീട് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ എനിക്ക് ഒരു ചാൻസ് വരാൻ പറ്റിയില്ലായിരുന്നു. ഇതുവരെ വന്നെടുക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം എനിക്ക് അച്ഛൻ്റെ ക്ലാസ് കേൾക്കണം, അതിലെല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ള ഒരു സ്പിരിറ്റിൽ ഞാനിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ 1 മാസത്തിനുള്ളിൽ ആ ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞു. ആ ജോലി ലഭിക്കുകയും ചെയ്തു. അത് ആദ്യത്തിനേക്കാൾ ട്രാവൽ ഡിസ്റ്റൻസും കുറഞ്ഞു. ഞങ്ങൾക്ക് ജോർജിന് വർക്ക് പ്രഷറും കുറഞ്ഞു. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സാധിച്ചു തന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ താണെങ്കിലും മോന് നഴ്സറി കോവിഡ് ടൈമായിരുന്നു, സ്കൂളിൽ വിട്ടില്ല. LKGയിലാണ് ആദ്യമായി പോയത്. LKGയിൽ ആദ്യത്തെ 2 ദിവസം ഒഴിച്ചും പിന്നെ ഒരു വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അവൻ കരയാതെ സ്കൂളിൽ പോയിട്ടുള്ളത്. രാവിലെ എണീക്കുമ്പോഴും വൈകുന്നേരം വരുമ്പോഴും എനിക്ക് പേടിയാണ് ഇവനെ എന്ത് പറഞ്ഞ് കൺവീൻസ് ചെയ്യണം, എന്താ പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാക്കണമെന്ന് പറഞ്ഞ്. ഞാൻ രാവിലെ അവൻ എണീക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ നന്മ നിറഞ്ഞ മറിമേ ചൊല്ലിക്കൊണ്ടിരിക്കും. പോയി വരുമ്പോഴും ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ അത് കാരണം അവനെ സ്കൂൾ മാറ്റാമെന്ന് വിചാരിച്ചു. സ്കൂൾ മാറ്റി ഈ UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ ആ മാറ്റിയ സ്കൂളിൽ അവൻ സന്തോഷത്തോടുകൂടി ദൈവം അനുഗ്രഹിച്ച് എന്നും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീടോ ഈ മാറ്റമോ ഒന്നും ഞങ്ങൾക്ക് അറിയാത്തിരുന്ന സമയത്ത് അവനെ സ്കൂൾ എടുത്തപ്പോൾ തന്നെ പരിശുദ്ധാമ്മ ഞങ്ങൾക്കത് കാണിച്ചു തന്ന സ്കൂള് ഞങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന പുതിയ വീടിൻ്റെ സ്ഥലത്തു നിന്നായാലും കൂടി ഞങ്ങൾക്ക് അതേ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരവുമുണ്ട്. സ്കൂൾ മാറേണ്ടിയും വന്നില്ല. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ. അതുപോലെ തന്നെ ഞാനൊരു 2016 തൊട്ട് ഞങ്ങൾക്ക് ആനുവൽ മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ തൊട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് എനിക്ക് PCOD, എൻ്റെ യൂട്രസിൽ PCOD കാണുന്നുണ്ട്. അത് ഞാനിവിടെ ഞാൻ 2023 വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അതിൽ കൂടെ വിശുദ്ധ വസ്തുക്കൾ തൈലവും ഉപ്പും ഒക്കെ തേച്ചും അതുപോലെ തന്നെ അതിന് മുന്നത്തെ സ്കാനിങ്ങിൽ ബ്രസ്റ്റിലൊരു ഫൈബ്രോയിഡും കാണപ്പെട്ടിരുന്നു. ഈ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലം ഞാൻ കഴിഞ്ഞ സ്കാനിങ്ങിൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പിൽ നോക്കുമ്പോൾ 2 കാര്യങ്ങളും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ അത് കാണാനില്ല എന്നാണ് റിപ്പോർട്ടിൽ. PCOD ചെയ്ത ആ അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്തിൻ്റെ ഇതിലാണ് ഈ PCOD പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതിന് മുന്നേ ഒരു 7 വർഷത്തെ സ്കാൻ റിപ്പോർട്ട് എടുത്ത എന്നും ആ സാധനം അതിലുള്ളതാണ്. പക്ഷേ അതും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ അത് ഞങ്ങൾക്ക് മാറ്റിത്തന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, ഞാൻ ഉടമ്പടിയിലൂടെ ഏറ്റവും കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പുതിയ തന്ന വീട് ഞങ്ങളുടെ പള്ളിയുടെ ഒരു 4 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലാണ്.
ശരിക്കും പറഞ്ഞാൽ ഒരു 2025 കാലഘട്ടത്തിൽ ഞാൻ ഡാനിയൽ അച്ഛൻ്റെ ഒരുപാട് ടോക്കുകൾ യൂട്യൂബിൽ വന്നു തുടങ്ങിയ കാലം തൊട്ട് കേൾക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ സൺഡേ പള്ളിയിൽ പോകുമ്പോൾ കേൾക്കുന്ന മാത്രമായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ എൻ്റെ വായനയും അതിനെക്കുറിച്ചുള്ള അറിവും. പക്ഷേ അതിനുശേഷം അച്ഛൻ്റെ ടോക്ക് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ബൈബിൾ സ്ഥിരമായി വായിച്ചു തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ എന്നിട്ടൊരു മനസ്സിലൊരാഗ്രഹം എഴുതി വെച്ചിരുന്നു, എനിക്ക് അങ്ങനെ ഡെയിലി പള്ളിയിൽ പോകാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ എന്ന് ആഗ്രഹിച്ചിരുന്നു. ഞാനിത് പറയാനുള്ള കാര്യം, ഞാൻ ഒരു വീട് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു പഴയ ഓഫീസിൽ കൊണ്ടുവന്ന ബാഗ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു, ഒരു നിയോഗം പോലെ എനിക്ക് പള്ളിയുടെ അടുത്ത് എന്നും പള്ളിയിൽ പോകാവുന്ന സാഹചര്യത്തിൽ ഒരു വീട് ഒരുക്കി തരാമോ എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു. കാരണം ഞാൻ മറന്നുപോയ കാര്യങ്ങൾ കൂടി ദൈവം ഈ ഉടമ്പടിയിലൂടെ ഓർത്തെടുത്ത് നേടിത്തന്നല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയാനാത്ത സന്തോഷവും സ്നേഹവും നന്ദിയുമുണ്ട് ദൈവത്തിനോട്. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് തെലുങ്ക് കന്നഡ തമിഴും ഇംഗ്ലീഷ് പത്രങ്ങളാണ് ഞാൻ മേടിക്കാറ്. ഞങ്ങൾ വൈറ്റ് ഫീൽഡാണ് ആദ്യം താമസിച്ചിരുന്നത്. വൈറ്റ് ഫീൽഡ് പള്ളിയിൽ ഒരുപാട് ഇംഗ്ലീഷിൽ ഉള്ളവരും അതുപോലെ കുറേ തമിഴ് ഇടവകയുണ്ട്. അവർക്കൊക്കെ പത്രങ്ങൾ, ചിലവർ നല്ല സന്തോഷത്തോടു കൂടിയാണ് മാതാവിൻ്റെ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അത് മുത്തിയിട്ടാണ് പലരും പത്രം മേടിക്കുന്നത്. മേടിക്കാത്ത ചിലവരുമുണ്ട്. ചിലവർ വിചാരിക്കുന്നത് പൈസയ്ക്ക് കൊടുക്കേണ്ടതാണെന്ന് പോലും വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ പത്രം കൊടുക്കും. പിന്നെ ഓഫീസിൽ പോണ വഴിക്കും ഓഫീസിലെ സ്റ്റാഫിനും ഒക്കെ പത്രങ്ങൾ വിതരണം ചെയ്യും. ഞാനും ചേച്ചിയും കൂടെ പിന്നെ ഫുഡ് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടേ കൊടുക്കും. ഉള്ളിൽ കൊടുക്കാനുള്ള പെർമിഷൻ അവിടുന്ന് ഒഫീഷ്യൽസിന് കിട്ടാൻ ഇത്തിരി പാടാണ്. ഞങ്ങളെന്നാലും പുറത്ത് കാണുന്ന നിർധരായ രോഗികൾക്ക് ഫുഡും ചിലർക്ക് പൈസയും, അവർക്കിങ്ങനെ വീട്ടിൽ ഇറങ്ങി വരുന്നവർക്കൊക്കെ ചെറിയ പൈസ ഞങ്ങളെ കൊണ്ട് കൊടുക്കുക, കയ്യിലുള്ള ചെറിയ പൈസയൊക്കെ കൊടുത്ത് അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ കൊടുക്കും. അവിടെ അതേപോലെ ശിവാജി നഗർ എന്ന് പറഞ്ഞൊരു വലിയ മാതാവിൻ്റെ ബസിലിക്കയുണ്ട്. അതിനടുത്ത് കുറേ രോഗികൾ വന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി പൊതിയായിട്ട് പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊണ്ടേ കൊടുക്കും. അതേപോലെ തന്നെ രോഗികൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ വാട്സപ്പിൽ കാണുന്നതും വീടിൻ്റെ അടുത്തുമൊക്കെ ഉള്ള നമ്മൾ കേൾക്കുന്നതും പരിചയത്തിലും കാണുന്ന രോഗികൾക്ക് നമ്മളെ കൊണ്ടാകാവുന്ന ചികിത്സാ സഹായങ്ങൾ നൽകും, അവർക്കുള്ള ഭക്ഷണങ്ങൾ നൽകും. പിന്നെ പല ഈ സ്പെഷ്യലി ഡിസേബിൾഡായ കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെ അട്ടപ്പാടിയിലൊക്കെ ഓരോ സ്ഥാപനങ്ങളുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ. അപ്പം നമുക്കാകാവുന്നത് പോലെ അവർക്ക് ഒരു നേരത്തെ ഫുഡ് സ്പോൺസർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളും അതേപോലെ ഗ്രോസറി ഐറ്റംസ് മേടിച്ചു കൊടുക്കും. ബാംഗ്ലൂരിലാണെങ്കിലും നമ്മളൊക്കെ താമസിക്കുന്നിടത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട്. അവിടെ കൂടുതൽ സ്ത്രീകളിലാണ് കഷ്ടപ്പെടുന്നത്, അവരാണ് കുടുംബം വളർത്തുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഈസ്റ്ററും അല്ലെങ്കിൽ എന്തെങ്കിലും അവസരങ്ങളും ക്രിസ്മസ് ഈസ്റ്ററും അല്ലെങ്കിലും അല്ലാത്ത അവസരങ്ങളിലൊക്കെ ഫുഡ് ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്നതാണ് ഞാൻ പ്രധാനപ്പെട്ടതും ചെയ്യാറ്. ഇതൊക്കെ തന്നതും ഞങ്ങൾക്ക് മാതാവിന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ നിൽക്കാനുള്ള ഒരു അവസരത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി. ഞങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഞങ്ങളെ നല്ലവണ്ണം അനുഗ്രഹിച്ചു. നിങ്ങളെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തുതി. ഒരു കാര്യം കൂടെ ഉള്ളത്, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഡെയിലി പള്ളിയിൽ പോകാനുള്ള ഒരു അവസരം. ഇതുവരെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യമോ അതിൻ്റെ സ്നേഹമോ ഒക്കെ എനിക്ക് കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റണത് ഇപ്പോഴാണ്. ജോർജ് എന്ന് രാവിലെ പള്ളിയിൽ പോകും. ഞാനും എനിക്ക് എൻ്റെ വർക്കും വീടുകളുടെ മാനേജ്മെൻറ്റ് സാധിക്കാവുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. വിശുദ്ധ കുർബാന നന്നായിട്ട് തന്നെ കൂടുവാൻ ശ്രമിക്കാറുണ്ട്. കുമ്പസാര ജീവിതവും മാസത്തിലൊന്ന് ഇല്ലെങ്കിൽ 3 ആഴ്ചകളിലൊന്ന് കഴിയുന്നതും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അവർക്ക് വഴിത്തിരിവായി തങ്ങൾ വേണ്ടെന്ന് വെച്ച ആ ജോലി തന്നെ അവർക്ക് വീണ്ടും വിളിച്ച് ആ മാനേജർ അവർക്ക് കൊടുക്കുകയായിരുന്നു. അവർക്ക് നല്ലൊരു ഭവനം ലഭിച്ചു. കൃപാ ഹൗസ് എന്നാണ് ഇവർ ആ വീടിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മ നൽകുന്ന എല്ലാ സന്തോഷങ്ങളും എല്ലാ മാധ്യസ്ഥതകളും അവർ ഏറ്റുവാങ്ങുകയാണ്. അപ്പോഴല്ലെങ്കിൽ പിന്നീട് അവർക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്, ഞങ്ങളിത് ആഗ്രഹിച്ചിരുന്നു, ഞങ്ങൾക്കൊരു പള്ളിയുടെ അടുത്ത് വീട് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ആരോടും പറയാനില്ല. നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പോലും പരിശുദ്ധ അമ്മ ഈശോയോട് പറയുകയാണ്. മകനെ, കാനായിലെ കല്യാണത്തിൽ പറയുന്നത് പോലെ, മകനെ അവർക്ക് പള്ളിയുടെ അടുത്ത് വീട് വേണം, മകനെ അവർക്ക് രോഗസൗഖ്യം വേണം, മകനെ അവർക്ക് ജോലി വേണം. പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെയേറെ. അതുപോലെ സഹോദരി പറയായിരുന്നു, തനിക്കൊരു PCOD പ്രോബ്ലം ഉണ്ടായിരുന്നു, ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം മാത്രമാണ് അവർക്കത് സൗഖ്യം ലഭിച്ചതെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ വെളിവായി കിട്ടുന്ന ഒരു ജീവിത ശൈലിയാണ് ഉടമ്പടി.
നമുക്ക് ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസ്തരായി ജീവിക്കാം. വിശ്വാസത്തെക്കാൾ കൂടുതൽ വിശ്വസ്തരാകുമ്പോഴാണ് വിസ്മയിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഡൈനയുടെയും ജോർജിൻ്റെയും മനോഹരമായ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.